നമസ്കാരം. മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നും പുതിയ ഡാം നിർമ്മിക്കണമെന്നും ആവശ്യപ്പെട്ട് ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എംപിമാരായ ഡീൻ കുര്യാക്കോസ്, ഹൈബി ഈഡൻ, ബെന്നി ബെഹനാൻ എന്നിവരാണ് ഡാമിന് സമീപത്തുള്ള ജനങ്ങളുടെ ജീവൻ അപകടത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടി വിഷയം സഭ നിർത്തിവെച്ച് അടിയന്തരമായി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമീപത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ജീവൻ വലിയ അപകടത്തിലാണ്. വയനാട്ടിൽ അടുത്തിടെ ഉണ്ടായ ഉരുൾപൊട്ടൽ 500ഓളം പേരുടെ ജീവനാണ് കവർന്നത്. ഒരു ഗ്രാമത്തെ പോലും ഇല്ലാതെയാക്കി. കേരളത്തിലെ 5 ജില്ലകളിലെ 5 ദശലക്ഷം ജനങ്ങൾക്ക് ഭീഷണിയായി കൊണ്ടിരിക്കുന്ന മുല്ലപ്പെരിയാർ പ്രശ്നം സഭ ഗൗരവമായി തന്നെ ചർച്ച ചെയ്യണമെന്നും ഡീൻ കുര്യാക്കോസ് നോട്ടിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുല്ലപ്പെരിയാറിലുള്ളത് ജലബോംബാണെന്നും പുതിയ ഡാം വേണമെന്നും ഡീൻ കുര്യാക്കോസ് മാധ്യമങ്ങളോടും പറഞ്ഞു. കേരള, തമിഴ്നാട് മുഖ്യമന്ത്രിമാരുമായി കേന്ദ്ര സർക്കാർ ഇക്കാര്യം സംസാരിക്കണമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായി ഈ വിഷയം സംസാരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും ഡീൻ കുര്യാക്കോസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വർഷകാലമാകുമ്പോൾ മലയാളികളുടെ നെഞ്ചിൽ തീയാണ്. മുല്ലപ്പെരിയാറിന്റെ സുരക്ഷ സംബന്ധിച്ച ആശങ്കയാണ്. അണക്കെട്ടിൽ വെള്ളം നിറയുമ്പോൾ മലയാളികളുടെ നെഞ്ചിടിപ്പേറുകയാണ്. വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാറിന്റെ സുരക്ഷ കൂടുതലായി ചർച്ച ചെയ്യപ്പെടുകയാണ്. ഈ സാഹചര്യത്തിലാണ് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എംപിമാർ പ്രശ്നം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട വിഷയമാണെന്ന് ലോക്സഭയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം, പ്രകൃതി ദുരന്തങ്ങൾക്കുള്ള സാധ്യതകൾ വർദ്ധിപ്പിച്ചിരിക്കെ ഡാമിന്റെ പരിസരങ്ങളിൽ താമസിക്കുന്നവർ തീർത്തും ഭയപ്പാടിലാണ്. ഡാമിന്റെ കാലപ്പഴക്കമാണ് അവരിൽ ആശങ്കയുണ്ടാക്കുന്നത്. ലോകത്തെ തന്നെ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടുകളിൽ ഉൾപ്പെട്ട ഈ ഡാമിന് 129 വർഷത്തെ പഴക്കമാണുള്ളത്. സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച അണക്കെട്ടുകളിൽ ലോകത്ത് നിലവിലുള്ള ഏക അണക്കെട്ടാണിത്. 1895 മുല്ലപ്പെരിയാർ അണക്കെട്ട് രാജ്യത്തിന് സമർപ്പിക്കപ്പെടുന്നത്. ഡാം ഒരപകടവും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞാലും ഇതിന്റെ കാലപ്പഴക്കം അവഗണിക്കാൻ കഴിയുന്നതല്ല. ഒന്നും എക്കാലവും നിലനിൽക്കില്ല എന്ന സത്യമാണ് ഇവിടെ പ്രാധാന്യമേറുന്നത്. പുതിയ ഡാം നിർമ്മിക്കുന്നതിന് തമിഴ്നാടാണ് തടസ്സമായി നിൽക്കുന്നത്. അതുകൊണ്ട് കേരളത്തിന്റെ ആവശ്യം പിന്നാക്കം പോകുന്നതിനെ അംഗീകരിക്കാനാകില്ല. തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയും എന്ന നിലപാട് ആവർത്തിച്ച് ഉന്നയിക്കപ്പെടുകയാണ് വേണ്ടത്. എത്ര കാലം പഴയ അണക്കെട്ടുമായി മുന്നോട്ട് പോകണമെന്ന കേരളത്തിന്റെ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. മുല്ലപ്പെരിയാറിന് ബലക്ഷയം ഉണ്ടായാൽ അത് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനാണ് അപകടത്തിലാക്കുക. ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് 35 ലക്ഷം ആളുകളെയാണ് ബാധിക്കുക. അത്തരമൊരു അപകട സാഹചര്യമാണ് ഒഴിവാക്കേണ്ടത്. സംസ്ഥാന സർക്കാരും നമ്മുടെ ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതൃത്വങ്ങളും വിഷയം ഗൗരവമായി എടുക്കുകയാണ് വേണ്ടത്. മഴ മാറുന്നതോടെ മറക്കേണ്ടതല്ല മുല്ലപ്പെരിയാർ വിഷയം. തമിഴ്നാടിനെ കാര്യങ്ങൾ ബോധിപ്പിക്കുന്ന കാര്യത്തിൽ പോലും കേരളവും ഭരിക്കുന്ന പിണറായി സർക്കാരും പരാജയം തന്നെയാണ്. അണക്കെട്ടിന്റെ സുരക്ഷ സംബന്ധിച്ച് സമഗ്രമായ അവലോകനം നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതിയിൽ കേരളത്തിന്റെ അംഗങ്ങൾ ഉന്നയിച്ചിരുന്നതാണ്. 2012 ശേഷം അങ്ങനെ ഒരു വിദഗ്ധ പരിശോധന മുല്ലപ്പെരിയാറിൽ നടന്നിട്ടില്ലെന്ന് തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. പുതിയ ഡാം നിർമ്മിച്ച കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേരള, തമിഴ്നാട് സർക്കാരുകളുടെ യോഗം കേന്ദ്ര സർക്കാർ വിളിച്ചുകൂട്ടുകയാണ് വേണ്ടത്. സംസ്ഥാന മുഖ്യമന്ത്രി തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി കാര്യ ഗൗരവം ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത്. ഇക്കാര്യത്തിൽ കേരളത്തിൽ നിന്നുള്ള മുഴുവൻ എംപിമാരും ഒറ്റക്കെട്ടായി രംഗത്ത് വരികയും വേണം. ഡാമിന്റെ പേരിലുള്ള പാട്ടക്കരാറിന്റെ സാധ്യത സുപ്രീം കോടതി പരിശോധിക്കാൻ തീരുമാനിച്ചത് ആശ്വാസമേകുന്ന കാര്യമാണ്. 1886 തിരുവിതാംകൂർ സംസ്ഥാനവും ബ്രിട്ടീഷ് സർക്കാരും തമ്മിലുണ്ടാക്കിയ മുല്ലപ്പെരിയാർ കരാറിന് പുതിയ സാഹചര്യത്തിൽ നിലനിൽപ്പുണ്ടോ എന്ന് സുപ്രീം കോടതി പരിശോധിക്കും. സ്വാതന്ത്ര്യാനന്തരം അണക്കെട്ടിന്റെ ഉടമസ്ഥാവകാശം തമിഴ്നാടിനാണോ കേന്ദ്ര സർക്കാരിനാണോ എന്നും സുപ്രീം കോടതി പരിശോധിക്കാനിരിക്കുകയാണ്. കരാറിന് സാധുതയുണ്ടെന്നായിരുന്നു 2014 5-അംഗ ഭരണഘടനാ ബെഞ്ച് ഉത്തരവിടുന്നത്. അന്ന് തീർപ്പാക്കിയ ഹർജി വീണ്ടും പരിശോധിക്കാമോ എന്നാണ് സുപ്രീം കോടതി ആദ്യം പരിഗണിക്കുക. വിഷയത്തിൽ കേരളത്തിന്റെ നിലപാടുകൾ ശക്തമായും വ്യക്തമായും കോടതി മുമ്പാകെ ഉന്നയിക്കപ്പെടുകയാണ് വേണ്ടത്. പുതിയ ഡാമിന്റെ കാര്യത്തിൽ തമിഴ്നാട് അനാവശ്യമായ വാശിയാണ് കാണിക്കുന്നതെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ കേരളത്തിന് കഴിയണം. ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള സൗഹൃദം മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ മാത്രം ഇല്ല. വിഷയത്തിൽ സ്റ്റാലിൻ സർക്കാർ കാട്ടുന്നത് ധാർഷ്ട്യമാണ്. 5 ലക്ഷത്തോളം ജനങ്ങളുടെ ജീവൻ വെച്ചുള്ള കളിയാണ് നടത്തുന്നത്. അതിനെ അംഗീകരിക്കാനും ന്യായീകരിക്കാനും ആവില്ല. നമുക്ക് ഇത് ജീവൻ മരണ പോരാട്ടമാണ്, കുട്ടിക്കളിയല്ല. നന്ദി.